കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മാർക്കോസ് എഴുതിയ സുവിശേഷം 13-ാമത്തെ അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും, എന്നാൽ അവസാനത്തോളം സഹിച്ച് നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും എന്ന് കാണുന്നു. അപ്പോൾ കർത്താവ് ഇവിടെ പറയുകയാണ്, എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും, അവസാനത്തോളം നിലനിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും എന്ന് പറയുന്നു. പ്രിയ ദൈവമക്കളെ, നാം വചനം ദൈവത്തിൻ്റെ വരവിൻ്റെ ആരംഭം എന്നാണ് നാം യേശു ക്രിസ്തു പറഞ്ഞതിനെക്കുറിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുകയാണ്, എല്ലാവരും നിങ്ങളെ പകയ്ക്കും, അവസാനത്തോളം നിലനിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും എന്ന്. പ്രിയ ദൈവമക്കളെ, പണ്ട് കാലങ്ങളിലാണെങ്കിൽ ആത്മീക ആരാധനകൾക്ക് ജനങ്ങൾ ഓടിക്കൂടും. ഇന്നാണെങ്കിൽ രഹസ്യമായിട്ട് ആരാധിക്കുന്നവരും ടി വിയിൽ നോക്കി ആരാധിക്കുന്നവരും ഉണ്ട്. എങ്കിലും അവർ ആരാധിക്കുന്നതിനെ മറച്ചു വെച്ചിട്ട് ആരാധിക്കാൻ ഓടുന്നവർ, ആക്ഷേപിക്കുന്നവർ ഇന്ന് അനേകരാണ്. അപ്പം യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് നിമിത്തം, അല്ലെങ്കിൽ നാം അതിൻ്റെ ഇതിൽ നാം ഒരു കേടായ ഒരു കാര്യം, അല്ലെങ്കിൽ ദൈവവചനത്തിന് ഒരു പിറമ്പായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ, അത് ചെയ്യാതെ അതിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നമ്മെ പകയ്ക്കുന്നവരും നമ്മെ ആക്ഷേപിക്കുന്നവരുടെ ഒരു കൂട്ടത്തിലാണ് ഇരിക്കുന്നത്. പലരും പലപ്പോഴും വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് തൻ്റെ സുഹൃത്തിനെ പ്രീതിപ്പെടുത്തുവാനും തൻ്റെ ബോസിനെ പ്രീതിപ്പെടുത്തുവാനും അല്ലെങ്കിൽ തങ്ങളുടെ കുടുംബത്തിലുള്ളവരെ പ്രീതിപ്പെടുത്തുവാനുമാണ് പല സമയങ്ങളിലും തെറ്റ് എന്ന് അറിഞ്ഞിട്ടും തെറ്റുകൾ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ദൈവവചനം എന്ത് പറയുന്നു എന്ന് ചോദിച്ചാൽ, നിങ്ങൾ എൻ്റെ നിമിത്തം എല്ലാവരാലും പകയ്ക്കപ്പെടും, എന്നാലും അവസാനത്തോളം നിലനിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും എന്ന് പറയുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നാം എന്തൊക്കെയോ നേടി, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു, വചനം വായിച്ചു, ചർച്ചയിൽ പോയി എന്നല്ല, നാം അവസാനത്തോളം ദൈവകൃപയിൽ തന്നെ ആശ്രയിച്ചു കൊണ്ട് നിലനിൽക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ രാജ്യത്തിൽ പോകുവാൻ നമുക്ക് സാധിക്കും. ദൈവം അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹമായ ഈ സമയത്ത് മെസ്സേജ് കേട്ടുകൊണ്ട് ഞങ്ങളുടെ പൈതങ്ങൾ അപ്പൻ്റെ കരങ്ങൾ തരുന്നു. കർത്താവിൻ്റെ നാമനിമിത്തം നിങ്ങളെ അനേകരും പകയ്ക്കും, പക്ഷേ എന്നാൽ അവസാനത്തോളം നിലനിൽക്കുന്നവൻ രക്ഷപ്പെടുമെന്ന് അങ്ങയുടെ വചനം പറയുമ്പോൾ, കർത്താവെ, ഞങ്ങളുടെ അവസാനം വരെ കർത്താവെ ഞങ്ങൾ നിലനിൽപ്പാനും അങ്ങയുടെ രാജ്യത്തിൽ വന്നു ചേരുവാനും ഞങ്ങളെ കരം പിടിച്ച് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.